നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ടെക്നിക്കൽ അനാലിസിസിന്റെ ഡെഫിനേഷൻ തന്നെ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അങ്ങനത്തെ കാര്യങ്ങൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ രണ്ട് മെത്തേഡ് പഠിച്ചു. ഒന്ന് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, രണ്ടാമത് ട്രെൻഡ് ലൈൻ പഠിച്ചു. ഇനി അടുത്ത ടെക്നിക്കാണ് ചാർട്ട് പാറ്റേൺ. ചാർട്ട് പാറ്റേൺ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് വെർഷൻസ് ഓഫ് ട്രെൻഡ് ലൈൻസ് എന്ന് പറയാം. അപ്പൊ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്ന ഒരു സംഭവമാണ് ചാർട്ട് പാറ്റേൺസ്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിലൊക്കെ 2 days 3 days അങ്ങനെ മാക്സിമം 1 week ഒക്കെ ആണെങ്കിൽ, ചാർട്ട് പാറ്റേൺസിൽ ഇത് ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒരു ക്ലൗഡ്സിന്റെ ഒക്കെ ഒരു പാറ്റേൺ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു പാറ്റേൺസ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ടാർഗറ്റ് അതല്ലെങ്കിൽ അതെന്താണ് ഇംപ്ലൈ ചെയ്യണത്, അത് അപ്സൈഡ് ഒരു അപ്പ് മൂവിന് ശേഷം ഇങ്ങനൊരു പാറ്റേൺ കണ്ടാൽ പിന്നെ ഡൗൺ മൂവ് ആയിരിക്കും, അത് എത്ര വരെ പോകും, ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഏത് വരെ പോകും നമ്മൾ ഇതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് 3-4 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇത് ചെയ്യാൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏത് പാറ്റേണിലായാലും ഡെയിലി ചാർട്ട്, വീക്കിലി ചാർട്ട്, മന്ത്ലി ചാർട്ട്, ഇയർലി ചാർട്ട് ഒക്കെ വെച്ച് നോക്കാം. ഇതില് ഡെയിലിയും വീക്കിലിയും മന്ത്ലിയും ഒക്കെ വെച്ച് നോക്കാം. അതേസമയം ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഡെയിലി ആണ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഏതൊരു പാറ്റേണിന്റെ പോലെ വേർ ഷുഡ് ബി എ പ്രയർ ട്രെൻഡ് ടു റിവേഴ്സ്. നമ്മള് ഈ പാറ്റേണും വാലിഡ് ആവുന്നത് ഓൺലി ആഫ്റ്റർ ട്രെൻഡ്. അത് അപ് ട്രെൻഡ് ആവാം, ഡൗൺ ട്രെൻഡ് ആവാം. പിന്നെ ഇതില് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ഉണ്ട്, ആസ് വെൽ ആസ് റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു അപ് ട്രെൻഡിന് ശേഷം ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒരു പോസ് പോലെ. അതേസമയം റിവേഴ്സൽ പാറ്റേൺസ് എന്ന് വെച്ചാൽ ഒരു അപ് ട്രെൻഡിന് ശേഷം ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ ട്രെൻഡ് റിവേഴ്സസ് ടു ഡൗൺ ട്രെൻഡ് ആവും. അപ്പൊ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ, അപ്പൊ എല്ലാ പാറ്റേണും ചില പാറ്റേണുകൾ ഓൺലി കണ്ടിന്യൂവേഷൻ പാറ്റേൺ, ചില പാറ്റേൺ കണ്ടിന്യൂവേഷൻ ആവാം, റിവേഴ്സൽ പാറ്റേൺ ആവാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വോളിയം, ട്രേഡിംഗ് ആക്ടിവിറ്റി ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് പാറ്റേൺ. നമുക്ക് ഒരു ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വോളിയം എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ വോളിയം ആക്ടിവിറ്റി ആണ് ഈ ബാറുകളായിട്ട് കാണിക്കുന്നത്. ചില ദിവസം നോക്കി ബാറിന്റെ ഹൈറ്റ് നോക്കി, അത് റെഡ് ആവാം, ബ്ലൂ ആവാം, അത് അക്കോർഡിംഗ് ടു ദ കളർ ഓഫ് ദ ക്യാൻഡിൽ വെച്ചിട്ട് അവർ ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ ഹൈറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഒപ്പം ഏതെങ്കിലും ഒരു പാറ്റേണിന്റെ ഒപ്പം ഇങ്ങനെ ഒരു വോളിയം ആക്ടിവിറ്റി കൂടുകയാണെങ്കിൽ അതിനുള്ള ഇമ്പാക്ട് കൂടും. ഇവിടെ ഒക്കെ കണ്ടോ, ഇവിടെ ഒരു അപ്പ് മൂവ് ആണ്, അതിന്റെ ഒപ്പം തന്നെ വോളിയം കൂടി. വോളിയം കമ്പയർഡ് ടു പ്രീവിയസ് ഇതാണ് ഒരു നോർമൽ ഹൈറ്റ്. അപ്പൊ ഈ ദിവസം നോക്കിയാൽ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അതിന്റെ ഒരു അപ്പ് മൂവ് സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. വോളിയം കൂടി അപ്പ് മൂവ് ആണെങ്കിൽ ഇത് അപ്പ് മൂവ് സസ്റ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഡൗൺ മൂവ് ആണ് ഒപ്പം വോളിയം കൂടിയെന്നുണ്ടെങ്കിൽ ഡൗൺ മൂവ് സസ്റ്റെയിൻ ചെയ്യും. അപ്പൊ അതാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതിനോടൊപ്പമുള്ള ഈ വോളിയം കൂടുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ കൂടുതൽ നമുക്ക് റിലയബിൾ ആണ്. പിന്നെ നമുക്ക് പ്രൈസ് ടാർഗറ്റ് എത്രയാന്ന് ഇതിന്റെ ഹൈറ്റ്, പാറ്റേണിന്റെ ഹൈറ്റും കാര്യങ്ങളും വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് വൈസ് വേഴ്സ, ഇത് എന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇതിന് വരുന്ന ഫസ്റ്റ് ഒരുപാട് പാറ്റേണുകൾ, ഇതൊക്കെ പാറ്റേൺസ് ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഡബിൾ ടോപ്പ് ബോട്ടം, റെക്ടാങ്കിൾസ്, റൗണ്ടിങ് ടോപ്പ്, റൗണ്ടിങ് ബോട്ടം, ട്രയാങ്കിൾസ്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ മീനിങ്. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഷോൾഡറും ഹെഡും പോലെ തന്നെ, അതായത് ഹെഡാണ് ഷോൾഡറിനെ വെച്ചിട്ട് ഉയരം കൂടുതൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ മീനിങ്ങും അത് തന്നെയാണ്. കണ്ടോ, സ്റ്റോക്ക് മേക്കിംഗ് ഹയർ ഹൈസ് ആണ്. അപ്പോ ഇങ്ങനെ ഹയർ ഹൈസ് വന്നു കഴിഞ്ഞിട്ട് ഒരു ഹൈ എത്തുമ്പോൾ അത് പിന്നെ ആ ട്രെൻഡ് മാറിയിട്ട് ഡൗൺ ട്രെൻഡിലേക്ക്. അപ്പൊ എനി 2 ഹയർ ഹൈസ് ക്യാൻ ഫോം എ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് ഷോൾഡറും ഹെഡ്.
അപ്പൊ ഇതുണ്ട്, ഇത് ഒരു ലെഫ്റ്റ് ഷോൾഡറും ഇത് ഹെഡും പിന്നെ ഇത് റൈറ്റ് ഷോൾഡർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ മിക്കവാറും കേസിൽ ലെഫ്റ്റ് ഷോൾഡറിനായിരിക്കും വോളിയം ആക്ടിവിറ്റി കൂടുതൽ. അതായത് ഒരു അപ്പ് മൂവിന് ശേഷം ഒരു കറക്ഷൻ വന്നു, പിന്നെ വീണ്ടും മേക്കിംഗ് ന്യൂ ഹൈ. ഇപ്പൊ ഇതൊരു 180 ആണെങ്കിൽ നെക്സ്റ്റ് അപ്പ് മൂവില് ഒരു 220ക്ക് പോവുകയാണെങ്കിൽ പക്ഷെ ആ വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യണില്ല, വോളിയം ആക്ടിവിറ്റി ഡിമിനിഷ്. അപ്പൊ എന്ത് സാധനം നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളായിട്ട് ഒരു പുഷ് ചെയ്ത് തുറക്കണതും കുറച്ച് ആളുകളായിട്ട് തുറക്കണതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് തന്നെയാണ്. ആ സ്ട്രെങ്ത് ആണ് വോളിയം എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് ഒക്കെ അപ്പ് മൂവ് സസ്റ്റെയിൻ ചെയ്യുമല്ലേ എന്നുള്ളതിനെ കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇപ്പൊ മിക്കവാറും കേസിൽ അങ്ങനെയാവും. അത് കമ്പൽസറി ഒന്നുമല്ല, ചില കേസില് ഹെഡിന്റെ ആയിരിക്കാം കൂടുതൽ. എങ്ങനെയായാലും വോളിയം ആക്ടിവിറ്റി കുറഞ്ഞു, റൈറ്റ് ഷോൾഡറിന്റെ ആക്ടിവിറ്റി മിക്കവാറും കുറഞ്ഞു വരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പോയിന്റ് കണ്ടു, അതായത് റിയാക്ഷൻ ലോ ഓഫ് ദ ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് റിയാക്ഷൻ ലോ ഓഫ് ദ റൈറ്റ് ഷോൾഡർ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. അതിനെ പറയുന്ന പേരാണ് നെക്ക് ലൈൻ. ഈ നെക്ക് ലൈൻ ഈ പോയിന്റിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പാറ്റേൺ കൺഫേം ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഇത് ഹെഡ്, ഇത് റൈറ്റ് ഷോൾഡർ. അപ്പൊ ഈ റിയാക്ഷൻ ലോ എന്ന് പറയുന്നത് ഹെഡ് ലെഫ്റ്റ് ഷോൾഡർ ഹൈ കഴിഞ്ഞിട്ട് അത് വരുന്ന ജസ്റ്റ് കറക്ഷൻ, അത് കഴിഞ്ഞ് ഹെഡ് ഫോം ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള കറക്ഷൻ, ഇതിനാണ് പറയുന്ന പേരാണ് ഇത് റിയാക്ഷൻ. അതായത് ജസ്റ്റ് മേക്കിംഗ് ലോ. ഈ ലോ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ അതാണ് പറയുന്ന പേരാണ് നെക്ക് ലൈൻ. അപ്പൊ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ, ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിൽ മാത്രമേ അത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റും. Neckline is the line connected by reaction loss of the left shoulder and head. After a strong upturn, if there are 3 successive peaks and the middle peak is the highest, that is the head. Neckline breakdown. Neckline breakdown is not completed. ചില സമയത്ത് neckline ടച്ച് ചെയ്തിട്ട് വീണ്ടും സ്റ്റോക്ക് മുകളിലോട്ട് പോകും. അപ്പൊ പക്ഷെ അങ്ങനെ വന്നാലും നമുക്ക് ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഷേപ്പ് വന്നു, പക്ഷെ നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു റിവേഴ്സൽ ഈസ് വെരി നിയർന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താന്ന് വെച്ചാല് അപ്പോ പാറ്റേൺ ഫോം ചെയ്തില്ലെങ്കിലും അതൊരു നെഗറ്റീവ് മൊമെന്റ് ആണ് അത് നമ്മളെ കാണിക്കുന്നത്. ഐഡിയലി ദിസ് ഷുഡ് ഒക്കർ വിത്ത് ആൻ എക്സ്പാൻഷൻ ഇൻ ബോഡി. സാധാരണ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക ഒരു എക്സ്പാൻഷൻ ഇൻ വോളിയം കമ്പയർഡ് ടു പ്രീവിയസ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് വോളിയത്തിനേക്കാളും കൂടും. അപ്പൊ അത് കമ്പൽസറി അല്ല, പക്ഷെ ചില സമയത്ത് നല്ലോണം കൂടും. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3% റൂള്. അപ്പൊ അത് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഈ പോയിന്റ് 100 ആണെങ്കിൽ ട്രെൻഡ് ലൈനിന്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് 97 എങ്കിലും ടച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ റൂൾ ഉണ്ടല്ലോ. 100 and 97 വന്നെങ്കിൽ മാത്രമേ ആ ഒരു ബ്രേക്ക് ഡൗൺ കൺഫേം ആവും. അപ്പൊ അതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ 3% റൂള് സക്സസ് ആവുക, അതല്ലെങ്കിൽ ഒരു ഭയങ്കര വോളിയം ഇൻക്രീസിലാണ് ഇത് വന്നെന്നുണ്ടെങ്കിൽ 2% ആയാലും ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൺഫേംഡ് ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൺഫേംഡ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് കണ്ടോ, ഈ പോയിന്റ്സിന് നമ്മൾക്ക് ഫസ്റ്റ് ഈ പോയിന്റ്സ് കണ്ടോ, അതായത് ലെഫ്റ്റ് ഷോൾഡറിന്റെ റിയാക്ഷനിലേക്ക് നമ്മൾക്ക് സീന്നും കൊടുക്കാം, ഹെഡിന്റെ റിയാക്ഷനിലേക്ക് നമുക്ക് ഈന്നും കൊടുക്കാം. അപ്പൊ ചില സമയത്ത് ഈ ആയിരിക്കും ഹയർ, ചില സമയത്ത് ഹൊറിസോണ്ടൽ, രണ്ടും ഒരേ ലെവലായിരിക്കും, ചില സമയത്ത് സി ആയിരിക്കും ഹയർ. അപ്പൊ സി ആയിരിക്കും ഹയർ എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് അപ്വേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഡൗൺവേർഡ്, അതല്ലെങ്കിൽ ഈ ആണ് ഹയർ എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് അപ്വേർഡ്. എങ്ങനെയായാലും അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡിങ് അപ്വേർഡ് ആയാലും സ്റ്റാൻഡിങ് ഡൗൺവേർഡ് ആയാലും നെക്ക് ലൈൻ തുടങ്ങി ഉള്ള പോയിന്റ് നമ്മൾ മെഷർ ചെയ്യണം. അതായത് ഹൈറ്റ്, ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ വെർട്ടിക്കൽ ഹൈറ്റ്, ഈ ഡി തുടങ്ങി ഈ നെക്ക് ലൈൻ വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്യും. അപ്പോൾ
ഇത് ഒരു 300ഉം ഇത് 270 ആണെങ്കിലും 30 പോയിന്റ്. അപ്പൊ ഈ 30 പോയിന്റ് ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യും. 30 പോയിന്റ് എന്ന് പറയുമ്പോൾ 270 അപ്രോക്സിമേറ്റ്ലി 270 മൈനസ് 30 എന്ന് പറയുമ്പോൾ 240. അപ്പൊ ടാർഗറ്റ് 240. അപ്പൊ ഈ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് സബ്ട്രാക്ട് ഫ്രം ദ ബ്രേക്ക് ഡൗൺ പോയിന്റ് ഓഫ് ദ നെക്ക്. അതാണ് അതിന്റെ ടാർഗറ്റ്. അപ്പൊ ഇതൊരു 100 ആണെങ്കിൽ ഇവിടെ 100ഉം ഇവിടെ ഒരു 80 ആണെങ്കിൽ 20 പോയിന്റ്സ്. അപ്പൊ ഇവിടെ 80 മൈനസ് 20 എന്ന് പറയുമ്പോൾ 60. അപ്പൊ ഈ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റൈറ്റ് ഷോൾഡർ ചില സമയത്ത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ മുകളിലോട്ട് പോകും. ഇത് ചിലപ്പോൾ ചെറുതായിട്ട് കുറച്ച് താഴെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഈ റൈറ്റ് ഷോൾഡർ ബ്രേക്ക് ചെയ്ത് എബോവ് പോയി കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഇസ് നോട്ട് വാലിഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ പാറ്റേൺ അപ്പൊ ഫോം ചെയ്തെങ്കിലും അത് നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ സക്സസ്ഫുൾ ആയില്ല. അപ്പൊ അതുകൊണ്ട് പാറ്റേൺ പോകും. പക്ഷെ ആ ഒരു അത്രയും വളരെ പെട്ടെന്ന് തന്നെ അത് വീണ്ടും സ്റ്റോക്ക് താഴാനുള്ള ചാൻസ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞില്ലേ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത്. ഇവിടെ കണ്ടോ ഈ സിയും ഇയും ഇതൊരു സപ്പോർട്ട് പോയിന്റ് പോലെ. സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താ? വേർ ഇറ്റ് ബൗൺസസ്. ഇവിടെ കണ്ട ഇവിടെ ബൈങ് വന്നത് കൊണ്ടാണ് അപ്പ് സൈഡ് പോയത്. അതുപോലെ തന്നെ ഇവിടെയും ബൈങ് വന്നുകൊണ്ടാണ് അപ്പ് സൈഡ് പോയത്. ഈ ഇത് ബ്രേക്ക് ഡൗൺ, ഈ നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന അപ്പ് മൂവില് ഇതെന്താവും? ഇവിടെ സെല്ലിങ് വരും. അപ്പൊ ഈ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. സപ്പോർട്ട് എന്ന് പറഞ്ഞ ബൈങ് പോയിന്റും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെല്ലിങ് പോയിന്റ്. അപ്പൊ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ബൈങ് പോയിന്റ് ബിക്കം സെല്ലിങ് പോയിന്റ് ആവും. കാരണം എന്താ? ഈ പാറ്റേൺ ഫോം ചെയ്തു ആളുകൾക്ക് അറിയാം ഇത് ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിന്റെ പാറ്റേൺ ആണ്. അപ്പൊ ആളുകൾ ഒരു ചാൻസ് കിട്ടുമ്പോ എക്സിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഷോർട്ട് സെല് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഷോർട്ട് സെല്ലിനുള്ള അവസരം. ഇപ്പൊ ഇവിടെ ഷോർട്ട് സെല് ചെയ്തിട്ട് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുക. വീണ്ടും ഈ നെക്ക് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ സ്ലൈറ്റ്ലി അബോ നെക്ക് ലൈൻ്റെ സ്ലൈറ്റ്ലി അബോ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അപ്പൊ എപ്പോഴും ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല. കറക്റ്റ് നമ്മളൊരു ഹാഫ് ഓഫ് ദ ടാർഗറ്റ് ഒക്കെ മെറ്റ് ചെയ്താലും നമ്മളത് എക്സിറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അബോവ് റെസിസ്റ്റൻസ് ലെവൽ ഷോൾഡർ പാറ്റേൺ. അപ്പൊ ഇത് ആഫ്റ്റർ അപ് ട്രെൻഡ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നാൽ ട്രെൻഡ് റിവേഴ്സസ് ടു ഡൗൺ. അപ്പൊ ഇത് ഒരു അപ് ട്രെൻഡിന്റെ എൻഡിൽ, അല്ലെങ്കിൽ ഒരു പ്രൈമറി, നേരത്തെ പറഞ്ഞ പോലെ ടൗ തിയറിയിൽ പറഞ്ഞ പോലെ ഒരു പ്രൈമറി ട്രെൻഡിന്റെ അല്ലെങ്കിൽ ഒരു ബുൾ ട്രെൻഡിന്റെ ലാസ്റ്റ് വരുന്ന പാറ്റേൺ ആയിരിക്കും മിക്കവാറും കേസിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് നാള് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പാറ്റേൺ ഒന്നുമില്ല, വീണ്ടും അപ് ട്രെൻഡ് വരും. ഇങ്ങനെ ഒരു എപ്പോഴും ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കമ്പൽസറി അല്ലെങ്കിലും അതാണ് നല്ലത്. പിന്നെ എനി അപ് ട്രെൻഡിൽ ഒരു പുൾ ബാക്ക്, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പുൾ ബാക്ക് ആണ്. ട്രെൻഡ് ലൈനിന്റെ ഡെഫിനിഷൻ പോലെ തന്നെ ഇവിടെ പുൾ ബാക്ക് ആണത്. അപ്പൊ പുൾ ബാക്ക് ഓർ ത്രോ ബാക്ക്. അപ്പൊ ഇതൊക്കെ ട്രെൻഡ് ലൈനിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിലും ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ത്രോ ബാക്ക് ഉണ്ടാവും. അത് മിക്കവാറും കേസ് ഉണ്ടാവും. പക്ഷെ ഭയങ്കര ഒരു സ്ട്രോങ് ഡൗൺ മൂവ് ഒക്കെ ആണെങ്കിൽ പുൾ ബാക്ക് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ്ലി ഇങ്ങോട്ട് താഴത്തോട്ട് പോകും. 3% റൂള്, 3% ലെസ് ദാൻ നെക്ക് ലൈൻ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സ്റ്റാൻഡിങ് അപ്വേർഡ് ആവാം, സ്റ്റാൻഡിങ് ഡൗൺവേർഡ് ആവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സാധാരണ കേസിൽ ലെഫ്റ്റ് ഷോൾഡറിനാണ് വോളിയം കൂടാൻ, ചില സമയത്ത് ഹെഡിനായാലും വോളിയം കൂടാൻ, വോളിയം ചിലപ്പോ ഹെഡിനായിരിക്കും ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാവും. ഇനി ഇതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് after strong downtrend, if there are 3 successive lows, then middle one is the lowest one. എന്നിട്ട് അത് making 2 shoulders, neckline is the line. ഇതുപോലെ കണ്ടോ, ഇത് ലോ, ഇത് ലോ, ഇത് ലോ കണ്ടോ. ഇതില് ഇപ്പൊ ലാസ്റ്റ് 2 ലോസ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഈ ലോയും ഈ ലോയും ഈ ലോയും എടുത്തു കഴിഞ്ഞാൽ മിഡിൽ വൺ ഈസ് ദ ലോവസ്റ്റ്. ലോവസ്റ്റ് ഹെഡില് ലോവസ്റ്റ് ലോ ആണ്. അതേസമയം ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൽ ഹെഡ് ഹയസ്റ്റ് ഹൈ ആണ്.
ഡിഫറൻസ് മനസ്സിലായി. ജസ്റ്റ് ഓപ്പോസിറ്റ് അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് ഇവിടെയും മിക്കവാറും കേസിൽ വോളിയം കൂടുതൽ. ഈ ഫസ്റ്റ് ലോ ടച്ച് ചെയ്തു, പിന്നെ വീണ്ടും അത് ബ്രേക്ക് ഡൗൺ, ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് താഴത്തോട്ട് പോകുമ്പോൾ ആക്ടിവിറ്റി കുറവായിരിക്കും, അതായത് ചിലപ്പോൾ വോളിയം കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആവാൻ ചാൻസ്. അപ്പൊ നമ്മൾക്ക് പതുക്കെ അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കും സ്റ്റോക്ക്. ഇത് നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കാം, ട്രേഡിങ്ങിന് ഉപയോഗിക്കാം, രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണില് ബ്രേക്ക് ഡൗൺ ഓഫ് ദ നെക്ക് ലൈൻ വിത്ത് വോളിയം നോട്ട് കമ്പൽസറി. പക്ഷെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ബ്രേക്കപ്പ് ഈ പോയിന്റിൽ ബ്രേക്കപ്പിന്റെ വിത്ത് വോളിയം ആയിരിക്കും. അത് ഒരു കമ്പൽസറി വോളിയം. എത്ര കമ്പൽസറി ആണെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ ഷേപ്പ് ചെക്ക് ചെയ്യുക. ഈ നെക്ക് ലൈൻ ബ്രേക്കപ്പ് ചെയ്യണ്ടോ നോക്കാം, ബ്രേക്ക് ഡൗൺ ചെയ്യണ്ടോ നോക്കാം. പിന്നെ ടാർഗറ്റ്. അപ്പോൾ ഇതുണ്ട് ടാർഗറ്റ് എങ്ങനെ മെഷർ ചെയ്യുക. ഈ ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഹെഡ് പ്ലസ് ഇവിടെ ഒരു 100ഉം ഇവിടെ 80 ആണെങ്കിൽ 20 പോയിന്റ്സ്. ഇവിടെ 100 + 20 = 100. ഇതൊരു സ്ലാൻഡിങ് അപ്വേർഡ് എന്ന് നോക്കി. അപ്പൊ സ്ലാൻഡിങ് അപ്വേർഡ് ആണെങ്കിൽ ഈ നെക്ക് ലൈൻ 100 ആവണമെന്നില്ല, 105 ഒക്കെ ആവാം. ഈ ഹൈറ്റ് സെയിം ആയിരിക്കും, പക്ഷെ 100ന് പകരം 105 ഒക്കെ ആയിരിക്കാം ഈ പോയിന്റ്. 105 + 20 = 125 is the target. The target is measured vertically from the lowest cleft to the neckline. അതായത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഹെഡ് എന്നാണ് നമുക്ക് പറയുന്നത്. എന്താണ് right shoulder volume relatively small volume compared to the left shoulder and head. Any two lower lows. This pattern usually at the end of the bear market, and sometimes at the end of the primary trend. Head and shoulder pattern neckline breakdown with breakdown with high volume. Light volume is enough, but gradually volume pick up ചെയ്താൽ മതി. പക്ഷെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണില് നെക്ക് ലൈൻ ബ്രേക്കപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെയും ഒരു ത്രോ ബാക്ക് ഉണ്ടാവും. ഇതും ത്രോ ബാക്ക് എന്ന് പറയേണ്ടി വരും. അപ്പൊ വീണ്ടും ഒരു കമ്മിങ് ബാക്ക് ടു ദ നെക്ക് ലൈൻ പോസിബിൾ ആണ്. ഇത് ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ടു ബൈ. ഇവിടെ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ, ഇവിടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ടു ബൈ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നെക്ക് ലൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ കണക്ടിങ് റിയാക്ഷൻ ലോ ആണെങ്കിൽ ഇവിടെ റിയാക്ഷൻ ഹൈ, അതായത് ഒരു ലോ കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് പുൾ ബാക്ക്, അപ്പൊ ഹൈ ആണ് ഇവിടെ. അപ്പൊ ഇതും ഹെഡിന്റെ ഹൈ. ഈ ഹെഡിന്റെ രണ്ട് അറ്റം അതാണ് നെക്ക് ലൈനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ചില സമയത്ത് മൾട്ടിപ്പിൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട്. ഒരു വൺ ഹെഡിന് പകരം മോർ ദാൻ വൺ ഹെഡ് ആവാം. മെനി നമ്പർ ഓഫ് ലെഫ്റ്റ് ഷോൾഡേഴ്സ്, മെനി നമ്പർ ഓഫ് റൈറ്റ് ഷോൾഡേഴ്സ്. അതായത് മിഡിലുള്ള ഹൈ ആയിരിക്കും വലുത്, ലെഫ്റ്റിലും റൈറ്റിലുള്ള ഹൈകളും ഒക്കെ ചെറുതായിരിക്കും. അതാണ് മൾട്ടിപ്പിൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് കറക്റ്റ് വി ആവണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു ഷേപ്പ് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ആ ഒരു വി ഇത് നമ്മൾ ഒരു ഡെയിലി ചാർട്ടില് അല്ലെങ്കിൽ ചാർട്ടില് നോക്കുമ്പോൾ നമ്മള് ജസ്റ്റ് ഒരു വി പോലത്തെ ഷേപ്പ് ഒന്നും ആവില്ല. ഒരു കണ്ടോ മിഡിൽ ഹെഡ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഷോൾഡർ ഇതിപ്പോ സ്ലാൻഡിങ് അപ്വേർഡ് ആണ്, പക്ഷെ നെക്ക് ലൈൻ ഈ ഹെഡിന്റെ രണ്ടറ്റം കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ നിന്ന് പ്ലസ് ഈ വെർട്ടിക്കൽ ഹൈറ്റ് എടുക്കുക, ആഡ് ബ്രേക്കപ്പ് പോയിന്റ്. ഇതൊരു വേറെ ഐഡിയയുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഇത് സ്ലാൻഡിങ് ഡൗൺവേർഡ്, ഇവിടെ നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ആയി. ഇതുകൊണ്ട് ടാർഗറ്റ് മീറ്റ് ചെയ്യും.
ഇത് ഇന്ത്യ സിമെന്റിന്റെ ഇതൊക്കെ ഞാൻ ചെയ്ത സ്റ്റോക്കുകളുടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഇൻവേഴ്സിന് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാവും. അപ്പൊ ഇതൊരു ജസ്റ്റ് കറക്റ്റ് വി ഒന്നും ആവണമെന്നില്ല. ഇതൊക്കെ അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പൊ ഈ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണതാണ്. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഹെഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. നമുക്കൊരു റിയൽ ഇപ്പൊ അടുത്ത് നടന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത് കണ്ട ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്റ്റോക്കാണ്. ഇവിടെ നോക്കിയേ, ഇത് ഇവിടെ നമുക്ക് ലൈൻ വരയ്ക്കും. ഇതാണ് ഹെഡ്. ഇനി ഇതുപോലെ തന്നെ ഇത് ഹെഡ്, ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഇത് റൈറ്റ് ഷോൾഡർ. ഇത് സ്ട്രോങ് അപ്പ് ട്രെൻഡിന് ശേഷം വന്നിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ BPCL നമുക്ക് നോക്കാം. ഇത് കണ്ട, ഇത് നോക്കിയേ, ഈ ഇപ്പൊ അടുത്ത് വന്നിരിക്കുന്നതാണ്. ഈ മാർച്ചില്, ഈ ഫെബ്രുവരിയില് മാർക്കറ്റിൽ എപ്പോഴും ഒരു ഗ്രൂപ്പ് മൂവ്മെന്റ് ആണ്. ഇത് നേരത്തെ കാണിച്ചത് ഹിന്ദുസ്ഥാൻ HPCLന്റെ ആണെങ്കിൽ ഇത് BPCL ആണ്. പക്ഷെ നോക്കി പാറ്റേൺ നോക്കി, ചില സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും സെക്ടർ മൂവ്മെന്റ് ആണ്. ഒരു ഗ്രൂപ്പ് പോലെ മൂവ് ചെയ്യും. കാരണം ഒരേപോലത്തെ ന്യൂസ് ആയിരിക്കും. മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ട്, സ്റ്റോക്കിന്റെ സ്പെസിഫിക് നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് താഴും. അതല്ലെങ്കിൽ എപ്പോഴും ഒരു സെക്ടോറിയൽ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ലൈൻ വരച്ചത് സ്റ്റാൻഡിങ് അപ്പ്. ചില സമയത്ത് നമുക്ക് ടെയില് ഡിസ്കാർഡ് ചെയ്യാം, ടെയിൽ എടുക്കുന്ന നിർബന്ധമല്ല, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ NMDC ആണോ, ഇതൊരു ക്ലിയർ കട്ട് പാറ്റേൺ ആണ് കേട്ടോ. ഇതൊക്കെ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ഇപ്പൊ കറക്റ്റ് ഒന്നും അച്ചീവ് ചെയ്തില്ലെങ്കിലും ഒരു ഹാഫ് ഓഫ് ദ ടാർഗറ്റ് ആയാലും നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഈ അടുത്തുള്ള എക്സാമ്പിളുകൾ. നമുക്ക് ഇത് നോക്കാം. ഇത് കണ്ടോ, ഇത് ബന്ധൻ ബാങ്കിന്റെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇത് 23 മാർച്ചിലാണ്. ഇതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ അടുത്ത് നമ്മുടെ. ഇതുപോലെ നമ്മൾക്ക് കുറെ സ്റ്റോക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പാറ്റേൺസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മള് തിയറി പഠിച്ചു, അത് വെച്ചിട്ട് എക്സാമ്പിൾ പഠിച്ചു. ഇതെങ്ങനെയാണ് നമ്മൾ ഈ ചാർട്ടിൽ അപ്ലൈ ചെയ്യാന്ന് പറ്റും. ഇപ്പൊ നമ്മൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ പാറ്റേൺ നമ്മുടെ കണ്ണുകളിൽ വരില്ല. അത് ത്രൂ പ്രാക്ടീസ് നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്കത് കണ്ണിൽ വരും. അപ്പൊ അത് നമ്മൾ ത്രൂ പ്രാക്ടീസ് വേണം നമുക്ക് കിട്ടാൻ പറ്റും. അപ്പൊ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ഗൂഗിളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾക്ക് ഒരു ടേം കിട്ടിയതിനിപ്പോ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കിട്ടി, അതിൽ നമ്മൾ മാക്സിമം സെർച്ച് ചെയ്യുക. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറെ റിയൽ എപ്പോഴും നമുക്കൊരു തിയറിയേക്കാളും കൂടുതൽ എക്സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെ ഇപ്പോ ഹെഡ് ഷോൾഡർ ഇത് ഡെയിലി ചാർട്ട് വെച്ചിട്ടാണ് കാണിച്ചത്. ഇത് 15 മിനിറ്റ് ചാർട്ടിലും അങ്ങനെയൊക്കെ നമുക്ക് ഒരു മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ചെയ്യാം. അപ്പൊ 5 മിനിറ്റ് ചാർട്ട് ആണെങ്കിൽ ഈ ഏകദേശം ഈ ടാർഗറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇത് കണ്ടു, ടാർഗറ്റ് മീറ്റ് ചെയ്തതിന്റെ അതിനേക്കാളും കുറെ അധികം പോകും. പക്ഷെ നമ്മൾ ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സിറ്റ് ചെയ്യാം. കാരണം പിന്നെ നമ്മൾ ബാക്കി വേറെ ഏതെങ്കിലും ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. നമ്മൾക്കൊരു അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. ഒരു പാറ്റേൺ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത പാറ്റേണുകൾ ഇതിന്റെയൊക്കെ വേറെ ഷേപ്പിലൊക്കെ ഉള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാറ്റേൺസ് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള നമുക്ക് വരും.